ഈ കത്തുന്ന ചൂടിന് ശരീരത്തിന് ഉന്മേഷവും തണുപ്പും നൽകാൻ വെള്ളരിക്ക തമ്പുലി. നല്ല ദഹനത്തിനും ശരീരം തണുപ്പിക്കാനും ഒരു കിടിലൻ ഐറ്റമാണ് കേട്ടോ. ഞാൻ 2 ക്യുക്കുംബറാണ് എടുത്തിരിക്കുന്നത്. തൊലിയും കുരുവും ഒക്കെ കളഞ്ഞതാ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പകുതി കുക്കുംബർ ഞാൻ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ബാക്കി പകുതി നമ്മൾക്ക് മാറ്റി വയ്ക്കാം. ഇതിലേക്ക് ഒരു പിടി മല്ലിയില ചേർക്കുന്നുണ്ട്. തേങ്ങയാണ്. ഇതൊരു 1 കപ്പ് തേങ്ങ ചിരവിയതുണ്ടാകും. ഞാൻ എടുത്തപ്പോൾ തേങ്ങ അങ്ങനെ അടർന്നു വീണു. അതുകൊണ്ട് ഞാൻ കട്ട് ചെയ്താണ് ഇട്ടിരിക്കുന്നത്. എരിവിനായിട്ട് 2 പച്ചമുളക് ചേർക്കുന്നുണ്ട്. ഒരു ചെറിയ കഷ്ണം വെളുത്തുള്ളി, 2-3 കുരുമുളകാണ് ചേർക്കുന്നത്. ഇത് 1 സ്പൂണ് നമ്മളുടെ സെസമി സീഡ്സ് ആണ്, വെളുത്ത എള്ള്. ഇത് നമ്മൾ നന്നായിട്ട് അരച്ചെടുക്കുക. നല്ല ഫൈൻ പേസ്റ്റ് പോലെ വേണം അരച്ചെടുക്കാൻ. ഞാൻ ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ടുണ്ട്. നമ്മളുടെ കുക്കുംബർ ഹൈ ഫൈബറും 95% വാട്ടറും ആയതുകൊണ്ട് തന്നെ ഇത്ര വാട്ടറി ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മൾക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിലേക്ക് ഇനി ചേർക്കുന്നത് 1 കപ്പ് നല്ല കട്ട തൈരാണ്. അത് നമ്മൾ വീട്ടിൽ ഒറയൊക്കെ ഒഴിച്ചുണ്ടാക്കിയ തൈരാണെങ്കിൽ ഏറ്റവും ബെസ്റ്റാണ് കേട്ടോ. 1 കപ്പ് തൈരാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത്. നിങ്ങൾക്കിതൊരു സമ്മർ ഡ്രിങ്ക് ആക്കി വേണമെങ്കിലും കുടിക്കാം കേട്ടോ. കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് നമ്മുടെ മിക്സിയിൽ നിന്ന് മാറ്റാതെ നന്നായിട്ട് കുറച്ച് ലൂസാക്കി അരച്ചെടുക്കുകയാണെങ്കിൽ ഇതൊരു സമ്മർ സ്പെഷ്യൽ ഡ്രിങ്ക് ആയിട്ടും നിങ്ങൾക്ക് കുടിക്കാവുന്നതാണ്. മിക്സി കഴുകിയ ഒരു 1/4 കപ്പ് വെള്ളം ഞാൻ തൈരിൻ്റെ പാത്രത്തിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. മൊത്തത്തിൽ ഞാൻ ഇതിൽ 1/2 കപ്പ് വെള്ളമേ ചേർത്തിട്ടുള്ള. 1/2 കപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറിയ കപ്പിന് 1/2 കപ്പ് വെള്ളം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. തൈരിലെ കട്ടകളൊക്കെ ഉടച്ച് നമ്മളുടെ ഈ കുക്കുംബറും തൈരും ഒക്കെ നന്നായിട്ട് മിക്സാക്കി എടുക്കണം. നിങ്ങൾക്ക് ഈ കറി കുറച്ചുകൂടെ ലൂസായിട്ട് വേണമെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിക്കാവുന്നതാണ്. വെള്ളം ഒഴിക്കുമ്പോൾ തിളപ്പിച്ചാറിയ വെള്ളം ഒഴിക്കാൻ ശ്രദ്ധിക്കുക. ബാക്കി വന്നത് കുക്കുംബറും ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്. ഇതിങ്ങനെ ചേർക്കുകയാണെങ്കിൽ നമ്മൾക്ക് കടിക്കാൻ കിട്ടും. വേണമെങ്കിൽ ആ ഫുൾ കുക്കുംബർ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ അരച്ച് ചേർക്കാവുന്നതുമാണ്. നമ്മൾ കഴിക്കുമ്പോൾ കുറച്ച് ക്രഞ്ചി ആയിട്ട് എന്തെങ്കിലും കടിക്കാൻ കിട്ടുന്നത് നല്ലതല്ലേ. അതുകൊണ്ടാണ് ഞാൻ കുക്കുംബർ ഇങ്ങനെ കട്ട് ചെയ്ത് ചേർക്കുന്നത്. ഈ ഒരു സ്റ്റെപ്പ് ഇല്ലാതെയും നിങ്ങൾക്ക് ഇത് കഴിക്കാവുന്നതാണ്. ഞാൻ ജസ്റ്റ് ഒരു ഫ്ലേവറിങ്ങിന് വേണ്ടിയിട്ട് ഒന്ന് താളിച്ചിടുന്നുണ്ട്. ഇതിലേക്ക് 1 സ്പൂണ് കോക്കനട്ട് ഓയിലാണ് ഒഴിക്കുന്നത്. 1/4 സ്പൂണ് കടുകിട്ട് പൊട്ടിക്കുക. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾക്ക് 1/4 സ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുക്കാം. ജീരകം പൊട്ടുമ്പോഴത്തേന് 2 ഉണക്കമുളകും 1 തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ചെറുതായിട്ട് ഒന്ന് മൂത്ത് വന്നാൽ മതി. ഇത് നമുക്ക് നമ്മളുടെ കുക്കുംബർ തമ്പലിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ വെയിലത്ത് ചൂട് ചോറും കറികളും ഒക്കെ കഴിക്കുമ്പോൾ തന്നെ വയറിനൊരു അസ്വസ്ഥതയാണ്. അതൊക്കെ മാറ്റി കിട്ടും. നമ്മളുടെ ചോറിൻ്റെ കൂടെ ഈ ഒരൊറ്റ കറി മാത്രം മതി. നല്ലൊരു സുഖമായിരിക്കും നമ്മൾ ഈ കറി കൂട്ടി ചോറുണ്ട് കഴിഞ്ഞാൽ. ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ നിങ്ങൾക്കൊരു മോരുമുളകും കൂടെ എടുക്കാവുന്നതാണ്. വളരെ ടേസ്റ്റിയാണ്. വേറൊരു കറിയും വേണ്ട. ഈ സെയിം ഐറ്റംസ് തന്നെ നമ്മളുടെ മിക്സിയുടെ ജാറിൽ ഒരു നുള്ള് ജീരകവും കൂടെ ചേർത്ത് അരച്ചെടുക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്കൊരു സമ്മർ സ്പെഷ്യൽ ഡ്രിങ്ക് കിട്ടും. തൈര് ചേർക്കാൻ മറക്കണ്ട. നാച്ചുറൽ പ്രോബയോട്ടിക്സ് ആണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. ശരീരഭാരം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഹെൽത്തി ഡയറ്റ് നോക്കുന്നവർക്കും നല്ലൊരു ഓപ്ഷനാണിത്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് ഫിംഗർ ഫാമിലി.